സമയം പ്രശ്നമാണ്. ഒന്നും നിന്നിട്ടുണ്ട് പോയി നന്നായിട്ടുണ്ടല്ലേ. ഞാൻ കേറിയിട്ട് ഞാനൊന്ന് കേറിയിട്ട് വരാം. എനിക്ക് കുറച്ചൊക്കെ കേൾക്കുമോ? സമയം പോയി നിൽക്കാം. ഞാൻ കേറിയിട്ട് വരാം. പറയാം. ചേച്ചി ഹായ് തരോ? ചേച്ചി ഇങ്ങോട്ട് ഹായ്. ചേച്ചി ബിഗ് ഫാൻ. ഫ്രണ്ടിൽ നിന്ന് മാറണം. ഇടിക്കല്ലടാ. എല്ലാരും ഒന്ന് ഗ്യാപ്പിട്ടേ. പോലെ മീഡിയ ഒന്ന് സൈഡിലേക്ക് കുറച്ച് ഉണ്ടായി. ഒന്ന് സൈഡിലേക്ക് പ്ലീസ്. എല്ലാവരും സീറ്റിലേക്ക് വന്നിരിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം റിവ്യൂ ആയിരിക്കും, അതിനുശേഷമായിരിക്കും എല്ലാവർക്കും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ആക്ടിങ് എന്ന് പറയുന്നൊരു മേഖലയിൽ ഞാൻ ഇതുവരെ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഞാൻ അഭിനയിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത് ഏറ്റവും അവസാനമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാവും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടെയായിട്ടാണ് ഈ ഉപകഥ വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രൊഡക്ഷനിലെ വളരെ മനോഹരമായിട്ട് ശരിക്കും നല്ലൊരു കൈയ്യോട് കൂടെ തന്നെ നമ്മൾ ഈ ഒരു മെമന്റോ പാടി. ഇപ്പൊ അദ്ദേഹം മറ്റൊരു ഫിലിമിന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ അദ്ദേഹത്തെ കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് എനിക്ക് ക്ഷണിക്കുന്നു. ആൻഡ് അൻഷല്ലേ മേക്കപ്പ് കാര്യം ക്ഷണിക്കുന്നുണ്ട്. സിജി നോബൽ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്, അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുന്നു. എല്ലാരും കണ്ടില്ലേ? ബൈ. ഭയങ്കര സന്തോഷം. മലയാള സിനിമയിലേക്ക് എന്താണ് വരിക? നോക്കട്ടെ. ഞാൻ ഇതുവരെ അഭിനയം അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. എന്തെങ്കിലും നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ ചെയ്യാൻ. മണമകള് നമ്മളെ ചെറിയ ഒരു ഇതില് യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. ഹാപ്പില്ലേ? ആൽബം നന്നായിരുന്നു. മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും ചെയ്യാൻ താല്പര്യം? ഈ വലിയ പ്രൊഡക്ഷനൊക്കെ അഭിനയിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? നീ പുതിയ വർക്ക് ഉണ്ടോ? പുതിയ വർക്ക് ഏതാ ഉണ്ടോ? പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒഴിഞ്ഞു കൊടുക്കാം. എല്ലാ സിനിമകളും നമുക്ക് സമ്മാനിച്ചത് വ്യക്തമാണ്. ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നല്ലൊരു കൈയോടുകൂടി തന്നെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് സർ എന്നാണ് പറയാൻ.
ശരി, ഇനി അടുത്ത മെമ്മറ്റോ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇത്രയും നേരം ഒന്നും സംസാരിച്ചില്ല എന്നുള്ള വിഷമം എനിക്കുണ്ട് കേട്ടോ. അതിന് സമയത്തിന്റെ കൊണ്ടാണ് നമ്മുടെ റംസാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുണ്ട് മെമ്മറ്റോ സ്വീകരിക്കാനായിട്ട്.